ഇപ്പോൾ PDT ആചാര്യയും ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ടെലിഫോൺ ലൈനിലുണ്ട്. PDT ആചാര്യ എത്രമാത്രം ഭരണഘടനാ വിരുദ്ധമാണ് ഇന്ന് നാം കണ്ട കാഴ്ച? ഭരണഘടന വിരുദ്ധമാണെന്ന് നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റില്ല. കാരണം ഗവർണർ വന്നു, അത് പ്രസംഗം മുഴുവനായിട്ട് വായിച്ചില്ല എന്നുള്ളത് ശരിയാണ്. ഗവർണർ ഷാൽ അഡ്രസ് ദി അസംബ്ലി എന്നാണല്ലോ പറയുന്നത്. ഗവർണർ സഭയെ അഡ്രസ് ചെയ്യുന്നു. അഡ്രസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ പ്രസംഗം വായിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇതിപ്പോ പ്രസംഗം അദ്ദേഹം ഒരു വരി മാത്രം വായിക്കാൻ വേണ്ടി ചെയ്തു എന്നാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് അത് തീർത്തിട്ട് പോയി. അപ്പൊ അത് ഒരു അസാധാരണമായ ഒരു നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്ത്, ഈ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ളത്. അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. പക്ഷേ ഈ പ്രസംഗം അത് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും ഈ പ്രസംഗം തന്നെയാണ് ഗവർണർ ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുകയും അതിന്മേലുള്ള മറ്റു നടപടികൾ ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ വല്ല പ്രശ്നമൊന്നുമില്ല. ഭരണഘടനാപരമായിട്ടൊന്നും അതിനകത്ത് പ്രത്യേകമായ പ്രശ്നങ്ങളൊന്നും അതിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഗവർണറുടെ ആ ഒരു നടപടി, അതായത് മുഴുവൻ പ്രസംഗം വായിക്കാതെ ലാസ്റ്റ് പാരഗ്രാഫ് അല്ലെങ്കിൽ ലാസ്റ്റ് സെന്റൻസ് മാത്രം വായിച്ചു വിടുന്ന ഒരു കാര്യം അത് അസാധാരണമാണ്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ നടക്കുന്ന പലതും അസാധാരണമാണ്. ഇപ്പൊ ഗവർണറും ഗവൺമെന്റുകളും തമ്മിലുള്ള ഒരു മത്സരം അല്ലെങ്കിൽ ഒരു ഫൈറ്റ്, ഒരു കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്നു പല സംസ്ഥാനങ്ങളിലും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ സംഗതികളാണ്. അപ്പൊ ഇതെല്ലാം അസാധാരണത്വം നിറഞ്ഞ കാര്യങ്ങളാണ് ഈ നടക്കുന്നത് മുഴുവൻ തന്നെ. അപ്പൊ അതുകൊണ്ട് സാധാരണം എന്ന് പറയാനല്ലാതെ മറ്റൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഭരണഘടന അനുസരിച്ച് ഇവരൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും എന്നൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ഭരണഘടനയിൽ ചില സൂചനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് ചില പ്രത്യേക പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഗവർണർ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റിൽ നിന്ന് ഇൻഫർമേഷൻ വാങ്ങിക്കാം. അത് അഡ്മിനിസ്ട്രേഷന്റെ കാര്യം, അതായത് ഭരണപരമായ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഗവർണർ ഇൻഫർമേഷൻ വാങ്ങിക്കാം. അതുപോലെ തന്നെ അവിടെ സഭയിൽ വരുന്ന ബില്ലുകളെ കുറിച്ച്, നിയമനിർമ്മാണങ്ങളെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ഗവർണർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഗവൺമെന്റിന് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവർണർക്ക് വേണമെങ്കിൽ ഒരു ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും കൗൺസിൽ ചെയ്യാനും ഏതൊരു കാര്യം ശരിയല്ല, അത് തെറ്റാണ് എന്ന് പറയാനും ഒക്കെയുള്ള അവകാശം ഗവർണർക്കുണ്ട്. പക്ഷേ അതിനുശേഷം അത് ഗവൺമെന്റിന് വിട്ടുകൊടുക്കുന്നു. ഗവൺമെന്റ് തെറ്റായാലും ശരിയായാലും അത് ഗവൺമെന്റ് ചെയ്യുന്നു. ഗവൺമെന്റിനാണ് അധികാരം. കാരണം ഗവൺമെന്റ് തന്നെയാണ് റെസ്പോൺസിബിൾ ടു ദ പീപ്പിൾ, അല്ല ഗവർണർ അല്ല. ഗവർണർക്ക് യാതൊരു അങ്ങനെയുള്ള പേഴ്സണൽ റെസ്പോൺസിബിലിറ്റികൾ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സംവിധാനം. പക്ഷെ അതില് പേഴ്സണൽ ആയിട്ടുള്ള ചില എലിമെന്റ്സ് ഉണ്ട് ഇതിലൊക്കെ. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഈ പേഴ്സണൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് അഭിപ്രായം ഒന്നും പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. അവരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ശരി, നന്ദി ശ്രീ